ഞാൻ ഞെട്ടിപ്പോയ കാര്യം അതല്ല. ഈ 8 മാസത്തിനിടയിൽ 11 പെൺകുട്ടികളുമായി ഇയാൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. പ്രണയിക്കുന്ന പെൺകുട്ടി ഒഴിച്ചാൽ ബാക്കി 10 പേരെടുത്തും പൈസ കൊടുത്താണ് പോയിട്ടുള്ളത്. കഴിഞ്ഞ 8 മാസക്കാലമായി ഇയാൾ ടെട്രാ ഹൈഡ്രോ കാനബിനോൾ എന്ന് പറയുന്ന ഒരു മയക്കുമരുന്നിന് അടിമയാണ്. നമസ്കാരം. 8 മാസം മുമ്പാണ് ഒരു വാർത്ത വായിച്ചത്. 19 വയസ്സിനും 24 വയസ്സിനും ഇടയിലുള്ള യുവാക്കളുടെ ഇടയിൽ HIV വൈറസ് ബാധ, എയ്ഡ്സ് വൈറസ് ബാധ കൂടുന്നുവെന്നാണ് വാർത്ത. പക്ഷെ ഞാനത് അത്ര കാര്യമാക്കിയില്ല. കാരണം അതൊരു റിസർച്ച് സ്റ്റഡി ഒന്നുമല്ല. ചില ക്ലിനിക്കുകളെയും അതുപോലെ ഡോക്ടേഴ്സിനെയൊക്കെ കണ്ട് വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടുള്ള ഒരു വാർത്ത മാത്രമാണ്. പക്ഷെ കഴിഞ്ഞ ആഴ്ച ഞാനൊരു 20 വയസ്സുള്ള യുവാവിനെ കാണാനിടയായി. ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി. അയാൾ കഴിഞ്ഞ 8 മാസമായിട്ട് വല്ലപ്പോഴും ഒക്കെ കോളേജിൽ പോകുന്നുള്ളൂ. വീട്ടിൽ നിന്ന് 200 കിലോമീറ്റർ ദൂരെയുള്ള ഒരു കോളേജിലാണ് പഠിക്കുന്നത്. കേരളത്തിൽ തന്നെയാണ്. അമ്മ ക്യാൻസർ പേഷ്യൻ്റാണ്. ഇപ്പോൾ എന്നെ കാണാൻ വന്നത് അയാൾക്ക് പരീക്ഷയൊക്കെ അടുക്കുന്നു, അത് ടെൻഷൻ വന്നിട്ട് BP കൂടുന്നു എന്ന രീതിയിലാണ്. പക്ഷേ യഥാർത്ഥ കാര്യം അതല്ല. കഴിഞ്ഞ 8 മാസക്കാലമായി ഇയാൾ ടെട്രാ ഹൈഡ്രോ കാനബിനോൾ എന്ന് പറയുന്ന ഒരു മയക്കുമരുന്നിന് അടിമയാണ്. ക്യാൻസർ പേഷ്യൻറ്റിൽ കീമോതെറാപ്പി ഇഞ്ചക്ഷനൊക്കെ ചെയ്ത് കഴിയുമ്പോൾ വോമിറ്റിങ്, പെയിൻ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു മെഡിക്കൽ പർപ്പസിൽ ചെറിയ അളവിൽ ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് ഇയാൾ മയക്കുമരുന്നായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഞെട്ടിപ്പോയ കാര്യം അതല്ല. ഈ 8 മാസത്തിനിടയിൽ 11 പെൺകുട്ടികളുമായി ഇയാൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. പ്രണയിക്കുന്ന പെൺകുട്ടി ഒഴിച്ചാൽ ബാക്കി 10 പേരെടുത്തും പൈസ കൊടുത്താണ് പോയിട്ടുള്ളത്. 1996-98 കാലയളവിൽ HIV വൈറസിനെതിരെ ശക്തമായ ബോധവൽക്കരണം നമ്മുടെ നാട്ടിലൊക്കെ നടന്നു. അതിൻ്റെ ഭാഗമായി കേരളത്തിൽ HIV വൈറസ് ബാധ ഗണ്യമായി കുറഞ്ഞു വന്നു. എന്നാൽ ഈ മയക്കുമരുന്ന് ഉപയോഗം നമ്മൾ കാണുന്ന സോഷ്യൽ വയലൻസ് അല്ലെങ്കിൽ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ മാത്രമല്ല, ഇതുപോലുള്ള സൈലന്റ് കില്ലറിനെ കൂടി മയക്കുമരുന്ന് മുന്നോട്ട് കൊണ്ടുവരുവാണ്. ഇയാൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ മയക്കുമരുന്ന് കൂടുതലായി ഉപയോഗിക്കുമ്പോൾ വരുന്നൊരു കാര്യം, കോഗ്നിറ്റീവ് ഫംഗ്ഷൻ കുറയുന്നു, ബുദ്ധിപരമായ ഒരു പ്രവർത്തനം കുറയുകയും ഇയാൾ വികാരങ്ങൾക്ക് മാത്രം അടിമപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു സാധാരണ പെൺകുട്ടി നല്ല രീതിയിൽ ജീവിച്ചു വന്ന് ഒരു ജീവിതം സ്വപ്നം കണ്ട് വിവാഹം കഴിക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ സിംറ്റംസ് ഒക്കെ പുറത്തു വരാൻ 4-5 വർഷം എടുക്കും. ഒരുപക്ഷെ അറിയാതെ പോകും. വിവാഹത്തിന് ശേഷമാണ് ഇത് അറിയുന്നതെങ്കിലും അന്ന് ബോധവൽക്കരണ സമയത്ത് പറയുന്നൊരു കാര്യമുണ്ടായിരുന്നു. നാളും പൊരുത്തവും മാത്രമല്ല നോക്കേണ്ടത്, അതോടൊപ്പം തന്നെ ബ്ലഡും കൂടെ ടെസ്റ്റ് ചെയ്ത് നോക്കണമെന്ന്. ഇന്ന് നമ്മൾ ആ ഒരു സാഹചര്യത്തിലേക്കാണ് വീണ്ടും എത്തുന്നത്. നമുക്ക് ചെയ്യാൻ കഴിയുന്നത്, നമ്മളുടെ വീട്ടിലോ തൊട്ടടുത്തോ ആരെങ്കിലും ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നമുക്ക് ശരിക്കൊന്ന് നിരീക്ഷിച്ചാൽ കണ്ടെത്താൻ കഴിയും. കാരണം ഇവരുടെ പ്രധാനപ്പെട്ട ഒരു സ്വഭാവം എന്ന് പറയുന്നത്, ഇവർ വളരെ ദേഷ്യമുള്ളവരായിരിക്കും, അനിയന്ത്രിതമായ ദേഷ്യം പ്രകടിപ്പിക്കുന്നവരായിരിക്കും. രണ്ടാമതായിട്ട് ഇവർക്ക് വൃത്തി കുറയും. ഇവർ ഡ്രസ്സിങ്ങിലും മറ്റു കാര്യങ്ങളിലുമൊക്കെ അലക്ഷ്യമായിട്ടായിരിക്കും ജീവിത രീതികളൊക്കെ ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. മൂന്നാമത്തെ കാര്യം, ഇവർക്കൊരു മെൻ്റൽ ക്ലൗഡിനെസ് ആയിരിക്കും. എപ്പോഴും നിരാശയും ആലസ്യവും, തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാതെ വരിക, ജീവിതത്തെക്കുറിച്ചൊരു പ്രതീക്ഷയില്ലാതെ വരിക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവരിൽ കാണാൻ പറ്റും. നാലാമതായിട്ട് ഇവർക്ക് കടുത്ത ഉത്കണ്ഠ അനുഭവപ്പെടും. പലപ്പോഴും മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അഞ്ചാമതായിട്ട് ഇവർക്ക് ഭക്ഷണശീലം, പലപ്പോഴും ഭക്ഷണത്തോടുള്ള താല്പര്യം കുറയുന്നു. ആറാമതായിട്ട് ഒന്നുകിൽ ഉറക്കം കൂടുതൽ അല്ലെങ്കിൽ വളരെ ഉറക്കം കുറവായിട്ട് കാണപ്പെടുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ സ്ഥിരമായി പ്രകടിപ്പിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അവർ ഒരു മയക്കുമരുന്നിന് അടിമ ആയേക്കാം, അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളായേക്കാം. ഇത് തിരിച്ചറിഞ്ഞ് ഓരോരുത്തരും സ്വന്തം വീട്ടിലുള്ള കുട്ടികളെയും അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുപാടുമുള്ള യുവതി യുവാക്കളെയും ഒക്കെ നിരീക്ഷിച്ചുകൊണ്ട് ഇവരെ മയക്കുമരുന്നിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ളൊരു ശക്തമായ ഒരു പ്രവർത്തനം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതാണ്. ലഹരിയില്ലാത്ത ലോകം സ്വപ്നം മാത്രമല്ല, യാഥാർത്ഥ്യമാകേണ്ടതാണ്.